നമുക്കിന്നിവിടെയുള്ള 2 പേര് മനസ്സിൻ്റെ 2 തലത്തിൽ നിന്ന് സംസാരിക്കുന്ന, 2 തലത്തിൽ പ്രവർത്തിക്കുന്ന 2 പേരാണ്. ഒരാൾ മനസ്സിന് പ്രശ്നങ്ങളും അസുഖങ്ങളും വരുമ്പോൾ അതിനെ എങ്ങനെ ചികിത്സിച്ച് ശരിയാക്കാമെന്ന് ചെയ്യുന്ന ഡോക്ടർ CJ ജോൺ സാർ. സാറ് ക്ലിനിക്കൽ വർക്കിന് ഉപരിയായിട്ട് തൻ്റെ വർക്കിൽ നിന്നുള്ള ഇൻസൈറ്റുകളും അല്ലെങ്കിൽ സാറിനുള്ള തോട്ട്സും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലൂടെ ആൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അതേ എഴുത്തിൽ കൂടെ തന്നെയാണ് മറ്റേ നമ്മുടെ ജോസഫ് അന്നംകുട്ടിയും ഒരു മേഖല കൈകാര്യം ചെയ്യണത് മനസ്സിൻ്റെ. സാറ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് സാധാരണക്കാരനെന്ന രീതിയിൽ നമുക്ക് മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം എന്ന രീതിയിൽ സംസാരിക്കുന്ന, എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ 2 തലത്തിലുള്ള മനസ്സിൻ്റെ 2 രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെഷൻസ് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, നമ്മൾ മാനസികാരോഗ്യമെന്ന് പറയുമ്പോൾ പലപ്പോഴും ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്ന മാനസിക രോഗങ്ങളാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാനസിക രോഗം മാത്രമാണോ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്? അതിൻ്റെ വേറൊരു തലത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പോൾ നാഷണൽ ഹെൽത്ത് സർവേയിൽ ഈ രോഗത്തിൻ്റെ തലത്തിൽ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്. 11.36% ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ചികിത്സ വേണ്ടിയിട്ടുള്ള മാനസിക രോഗം ഉണ്ടെന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊരു 8% നമ്മളെല്ലാം സാധാരണ പറയുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പോൾ പ്രമേഹത്തിനെ കുറിച്ചിട്ട് ഇത്തരം ഒരു പഠനം നടന്നു കഴിഞ്ഞാൽ ഇത്ര ശതമാനം ആളുകൾക്ക് പ്രമേഹം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ശതമാനം ആളുകൾക്ക് പ്രമേഹം ഇല്ല എന്നർത്ഥം. എന്നാൽ മെൻ്റൽ ഹെൽത്ത് സർവേ എടുത്ത് നോക്കുമ്പം ഈ 11.36 കഴിച്ചിട്ട് ബാക്കിയുള്ളൊരു 82% അവർ മനസ്സിൻ്റെ സ്വാസ്ഥ്യം അനുഭവിക്കുന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. മനസ്സിലായി? ശരിക്കും ആർച്ച ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം സർവേകൾ മനസ്സിന് സ്വാസ്ഥ്യമുള്ള ആളുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. സത്യത്തിൽ ഈ 11.36% ആളുകളല്ല സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അവർ എന്തായാലും അവർക്ക് വിഷാദമുണ്ട്, അതുപോലുള്ള വിഷമങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ട് ഒന്നുകിൽ ചികിത്സ എടുക്കും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണും, സോഷ്യൽ വർക്കറെ കാണും. പക്ഷെ ബാക്കിയുള്ള അപ്പുറത്തുള്ള ഈ 82%-ത്തിലുള്ള രോഗമെന്ന് നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളുള്ള ആളുകൾ എത്ര ശതമാനം വരും? നമ്മളതിൻ്റെ ഒരു ശതമാനക്കണക്കിൽ ആർച്ച പറഞ്ഞിട്ടുള്ളൊരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ഫോക്കസ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ 18 വയസ്സിൽ കൂടുതലുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എത്ര ശതമാനം ആളുകളെ കിട്ടും എന്നുള്ളൊരു ചോദ്യം വരും. നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഈ തരം കണക്കുകൾ ഹെൽത്ത് പ്ലാനിങ്ങിന് വേണ്ടി വരും. എത്ര ശതമാനം പേർക്ക് മാനസിക അസ്വാസ്ഥ്യം, രോഗമുണ്ട്, അതിനെ ചികിത്സിക്കണം, അതിന് വേണ്ടിയുള്ള ഓപ്പറേഷണൽ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ ഹെൽത്ത് പ്ലാനിങ്ങിന് വേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് വരുന്ന ഒരു അപകടം ആർച്ച പോയിൻ്റ് ഔട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ രോഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. വി ഹാർഡ്ലി ടോക്ക് അബൌട്ട് പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത്. നമ്മൾ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ഫോസ്റ്റർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചകൾ ഒരുപക്ഷെ ജോസഫിനെ പോലുള്ള ആളുകളൊക്കെ അവരുടെ അനുഭവത്തിൽ നിന്ന് ചില വീഡിയോ ടോക്കുകളും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മിഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എത്ര കണ്ടത് ഫലവത്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജീവിത നിപുണതകൾ എന്ന് പറഞ്ഞ് WHO ഒരു 10 സാധനം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കെപ്പോഴും വലിയ അത്ഭുതമാണ് ഈ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് ഒരനുഭവങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു ക്ലാസ് റൂം ഫോമാറ്റിൽ ഇവരോട് ജീവിത നിപുണത പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഇവരുടെ മനസ്സിലേക്ക് കയറും. ഒരുപക്ഷെ ഇവരുടെ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിൽ നിന്നും ആർജിക്കുന്നതാണ്. അപ്പോൾ മാതാപിതാക്കളെ കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യാതെ എങ്ങനെയാണ് ലൈഫ് സ്കിൽ ഉണ്ടാക്കുക? അപ്പോൾ ആ ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ഫോക്കസിൽ നമ്മൾ പലരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് പൊക്കം കുറവായിരുന്നു, നല്ല വണ്ണുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, വിണ്ണൻ. ഇപ്പോൾ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള പ്രശ്നമാണ്. മനസ്സിലായില്ലേ? വേണമെങ്കിൽ ആ ബോഡി ഷേമിങ്ങിൽ പെട്ടിട്ട് എനിക്ക് അങ്ങ് മനസ്സ് തളർന്ന് അങ്ങനെ അങ്ങ് പോകായിരുന്നു.
പക്ഷെ നമ്മുടെ എല്ലാം മനസ്സിലൊരു നിധിയുണ്ട്, നമ്മുടെ കഴിവുകളുടെ ഒരു നിധി, നമ്മുടെ മിടുക്കുകളുടെ ഒരു നിധി. അതില്ലാത്തവർ ആരുമില്ല. ഒരു ഡിഫറൻഷ്യലി ഏബിൾ കുട്ടിക്ക് പോലും ഉണ്ട് ആ നിധി. അത് എത്ര കണ്ട് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഒരുപക്ഷെ ഈ ബോഡി ഷേമിങ്ങിനോ അല്ലെങ്കിൽ വിണ്ണം വിളികളൊക്കെ അതിജീവിക്കുക. എനിക്ക് അത്യാവശ്യം എൻ്റെ മനസ്സിലുള്ള ചില നിധികളൊക്കെ കണ്ടെത്തിയിട്ട് അത് ആവിഷ്കരിച്ച് ആ രീതിയിലേക്കൊക്കെ അത്യാവശ്യം പ്രകടനങ്ങളൊക്കെ നടത്തിപ്പോയപ്പോൾ ആളുകൾ ഈ വിണ്ണൻ വിളി കുറച്ചു. എൻ്റെ ഈ കഴിവുകൾ ആവിഷ്കരിക്കുമ്പോൾ അതിലേക്കായി അവരുടെ ഫോക്കസ്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു തത്വം, നമ്മുടെ മനസ്സിലുള്ള നിധികളെ നമ്മുടെ ഹസൻ പർവ്വതങ്ങൾ കയറിപ്പോയ പോലെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. മനസ്സിലായി? നമ്മുടെ ഒരു ജേണിയാണ്, നമ്മുടെ മനസ്സിലേക്കുള്ളൊരു ജേണിയാണ്. മനസ്സിൻ്റെ കളികളല്ല, ആ കളികളിലൂടെ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം വരുന്നത്. ആ ഒരു ജേണി ചെയ്താൽ മാത്രമേ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്തിനുള്ള അടിത്തറ പണിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെന്തിനാ വല്ലവരുടെയും ജീവിതം ജീവിക്കാൻ പോണത്? നമുക്ക് നമ്മുടെ ജീവിതം പോരെ. അയലോക്കത്തേക്ക് നോക്കിയിട്ട് അയാൾക്ക് BMW ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ചെറിയ കാറിൽ അഭിമാനം കൊള്ളാതിരിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ ഓഫീസ് വരെ പോകേണ്ട കാര്യമുള്ളൂ. വൈ ഡു വി വാണ്ട് ടു ആസ്പയർ ഫോർ സംബഡീസ് ലൈഫ്? നമ്മുടെ ജീവിതം ഉണ്ടാക്കിയാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സമാധാനമായിട്ട് ഒരുപക്ഷെ ഒരു സർവേ നടക്കുമ്പോൾ ഈ സ്വാസ്ഥ്യമുള്ളവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റും. റെസീലിയൻസ് ഭയങ്കര പ്രശ്നമാണ്. താഴത്തേക്കും ഉരുണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീർന്നു എന്ന് വിചാരിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി. നമ്മൾ പിടിച്ചു കയറണം. അത്യാവശ്യം ഞാൻ തോറ്റിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചിട്ട് വിജയത്തിലേക്ക് നടക്കുന്ന ആളുകളിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അല്ലാതെ റാങ്ക് വാങ്ങിയവരിലൊന്നുമല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് തോക്കണമേ. തോറ്റിട്ട് ആ തോൽവി എന്തുകൊണ്ടാണ് എന്ന് പഠിച്ചിട്ട് പിടിച്ചു കയറിയിട്ട് ജയിക്കാൻ കുതിക്കുന്ന ആളുകളിലാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അല്ലാതെ റാങ്ക് വാങ്ങിയവരിലാണ്. ഇപ്പോൾ ഇത്രയും വയസ്സായിട്ട് നോക്കുമ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ റാങ്ക് വാങ്ങിയവരും ഭയങ്കര മാർക്ക് വാങ്ങിയവരും മെഡിസിന് ഗോൾഡ് മെഡൽ വാങ്ങിയവരൊക്കെ ധാരാളമുണ്ട്. അവരുടെ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചിട്ടൊക്കെ പല സന്ദർഭങ്ങളിലും എനിക്ക് അറിയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആലോചിക്കും എത്ര ഭാഗ്യവാനാണ് ഞാൻ. ഇടയ്ക്കൊക്കെ ഒന്ന് തോറ്റ കാരണം എനിക്ക് ഈ തോൽവിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചല്ലോ എന്നുള്ള ചില ചിന്തകളൊക്കെ വരും. അപ്പോൾ മനസ്സിൻ്റെ കളികളിലൂടെ നമ്മൾ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ചലഞ്ച് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അതൊരു ബോഡി ഷേമിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള അപ്പനും അമ്മയും പറയും നിന്നെ എന്തിനു കൊള്ളാം, പൊട്ട, അയലൊക്കത്തുള്ള കുട്ടിയെ എത്ര മാർക്ക് വാങ്ങി എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള നിധിയെക്കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ വരും. അതിനെ ഉണർത്തിയെടുത്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ആമുഖമായിട്ട് എനിക്ക് പറയാം. ഇതോട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഒരു മാനസികാരോഗ്യ പ്രവർത്തക എന്ന രീതിയിൽ സാറിൻ്റെ വീഡിയോസ് കാണുമ്പോഴും അതുപോലെ പുസ്തകങ്ങളൊന്നും ഓടിച്ചു നോക്കിയപ്പോഴും എനിക്ക് തോന്നിയേക്കുന്നൊരു കാര്യം, താങ്കളുടെ അനുഭവങ്ങൾ, ഈ കണ്ടതും കേട്ടതും വായിച്ചതുമായിട്ടുള്ള അനുഭവങ്ങൾ ഇരുന്ന് ആലോചിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇൻസൈറ്റ് എടുത്ത് നമ്മളുടെ ഉള്ളിലൊരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ വരുത്താനൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. സാറ് പറഞ്ഞ പോലെ ഒരു അസുഖത്തിന് മുമ്പ് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമുക്കൊരു സെൽഫ് കെയർ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മെൻ്റൽ ഇൽനെസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ആ മേഖലയിലേക്ക് നമുക്കതിനെ കടത്താൻ പറ്റുമോ ഒരു പ്രവർത്തനം? എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ഇപ്പോൾ സാർ സംസാരിക്കുന്ന പോലെ ഒരു ആധികാരികമായിട്ട് പറയാൻ പോലും എനിക്ക് അറിഞ്ഞോട്ടെ. എനിക്ക് എൻ്റെ ഏക റെഫറൻസ് എൻ്റെ ജീവിതമാണ്. പല സന്ദർഭങ്ങളിലും മനസ്സ് കയ്യിൽ നിന്ന് പോകേണ്ടിയിരുന്ന സന്ദർഭങ്ങളിൽ ആരൊക്കെയോ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ നിന്നൊരു മൂല്യം കണ്ടെത്തി എനിക്കും വളരണമെന്ന് ചിന്തിച്ചു അങ്ങനെയൊന്നും എനിക്ക് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും വെറും ഒരു പൂജ്യമാണെന്ന് കരുതിയ സന്ദർഭങ്ങളിൽ MBAക്ക് തോറ്റപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഞാനൊരു പൂജ്യമാണ്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു സാറില്ല, മാത്സൊക്കെ നീ മലയാളം മീഡിയത്തിൽ പഠിച്ചതല്ലേ, മാത്സ് പേടിച്ചിട്ടാണല്ലോ നമ്മൾ കൊമേഴ്സ് എടുത്തത്, MBAക്ക് മാത്സ് വരും നമ്മൾ ആരെങ്കിലും കരുതിയോ? സാറില്ല, അപ്പം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനെന്ന വട്ടത്തിൻ്റെ ഇപ്പുറത്ത് എൻ്റെ അപ്പനൊരു ഒന്നിട്ടു.
അപ്പം എന്നിലൊരു 10% ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെയും മുമ്പോട്ട് പോകുന്നു. ലൈഫിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ ജോലിക്ക് കയറി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സെയിൽസ്, അതിൻ്റെ കണക്കുകൾ, കാര്യങ്ങളൊന്നും പറയാൻ, എനിക്ക് കഥകൾ പറയാനായിരുന്നു ഇഷ്ടം. പ്രോഡക്റ്റിനെ കുറിച്ച് കഥ പറയാം. പിന്നെ അതിൻ്റെ ഫിനാൻസുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു പൂജ്യമായിരുന്നു. ഞാൻ ആ ജോലി വേണ്ടെന്ന് വയ്ക്കുകയാണ്. കാരണം സ്വയം തോന്നി ഈ കമ്പനിക്ക് എന്നേക്കാളും നല്ല ആളെ കിട്ടും. എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ അയച്ചത് അങ്ങനെയാണ്. ഡിയർ ജിനോജ്, ഐ തിങ്ക് ഐ എം നോട്ട് സ്യൂട്ടബിൾ ഫോർ യുവർ ഓർഗനൈസേഷൻ. കൈൻഡ്ലി കൺസിഡർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഐ എം ഡിസൈനിങ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ ഇങ്ങനെ ഉള്ള റെസിഗ്നേഷൻ ഞാൻ എങ്ങനെ HR അയക്കും, നീ വേറെ ഒരെണ്ണം എഴുതിത്താന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അയച്ചു. ആ ജോലി രാജിവെച്ച് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒരു പൂജ ചെയ്യും. എന്നെന്തിനു കൊള്ളാം. പക്ഷെ ഞാൻ കഥകളൊക്കെ പറയായിരുന്നു. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. 2017 നീ ഞങ്ങളോട് കഥ പറയാനുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യും. 2017 ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ പൂജ്യമായ എനിക്കറിയാവുന്നൊരു കാര്യം വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ വൈറലായിട്ടാണ് എനിക്ക് റേഡിയോയിൽ നിന്ന് കോൾ വരുന്നത്. ഞാൻ എപ്പോഴൊക്കെ പൂജ്യമാവാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ ആരൊക്കെയോ ഒന്നിട്ട് തന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള മനുഷ്യരുടെ പൂജ്യത്തിന് മുമ്പിൽ ഒന്നിടാൻ നമ്മൾ ശ്രമിച്ചാൽ അതിനെക്കുറിച്ച് ആ ഒരു ആംഗിളിൽ കുറെ കൂടി ചിന്തിച്ചാൽ കുറെ കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ. ഇപ്പോൾ ടീഷർട്ടുകൾ ശ്രദ്ധിച്ചാൽ റൈറ്റർ എന്ന് എഴുതുന്നത് എനിക്കെൻ്റെ ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണ് റൈറ്റർ എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ റൈറ്ററാണെന്ന് സ്വയം നെഞ്ചത്ത് എഴുതി വെച്ച് നടന്നാൽ ആളെന്ത് കരുതും എന്നൊരു ചിന്തയായിരുന്നു ഇന്ന് രാവിലെ വരെ. നമ്മുടെ അപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റാണ്. ഞാനിങ്ങനെ റൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൈറ്റേഴ്സ് വരും. സുഭാഷ് ചന്ദ്രനും മനു സ്കൂളിലേക്ക് വരും. ഞാൻ മാത്രം നെഞ്ചത്ത് റൈറ്റർ, മനസ്സിലായില്ലേ എന്ന് വെച്ച്. അപ്പം അമ്മ പറഞ്ഞത്, നിൻ്റെ ഫ്രണ്ട് നിന്നോടുള്ള ഇഷ്ടപ്പെടുത്തി എടുത്തു തന്നല്ലേ, നീ എങ്ങിട്ട് പോയതിനിപ്പോൾ എന്താ. ഈ വട്ടത്തിന് മുമ്പ് ഒന്നിടുക എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളിൽ മാത്രമല്ല കുട്ടിക്കാര്യങ്ങളിലുമാണ്. അപ്പം എനിക്ക് കുറച്ചുണ്ടായ അനുഭവങ്ങളിൽ മുഴുവൻ ഞാൻ മനസ്സിലാക്കുന്നതും ഇപ്പം എന്നെ ഇവിടെ ഇവിടെ വന്നിരിക്കാനുള്ളൊരു യോഗ്യത പോലും എനിക്ക് കിട്ടിയത് എൻ്റെ പൂജ്യത്തിന് മുമ്പിൽ ഒന്നിടാൻ മനസ്സ് കാണിച്ച കുറേ നല്ല മനസ്സുകൾ ഉള്ളതുകൊണ്ടാണ്. തോൽവിയെക്കുറിച്ച് രണ്ടുപേരും പറഞ്ഞു. തോൽവിക്ക് എല്ലാവർക്കും അവരുടെ തോൽവിയുടെ കഥയുണ്ടാവും. എൻ്റെ തോൽവിയിലും ഞാൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു ഫ്രേസ് എന്ന് പറയുന്നത്, ഡിഫീറ്റ് ഇസ് നോട്ട് ഡിക്ലെയർഡ് വെൻ യു ഫോൾ ഡൗൺ, ഇറ്റ്സ് ഡിക്ലെയർഡ് വെൻ യു റെഫ്യൂസ് ടു ഗെറ്റ് അപ്പ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് പറ്റാണ്ട് വരുമ്പോഴാണ് ശരിക്കും ഡിഫീറ്റ് ഉണ്ടാവുക എന്ന് പറയണം. ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ ഈ എണീക്കാനുള്ള ശക്തി കുറഞ്ഞതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് മറുപടി പറയുമ്പോൾ ചിലപ്പം ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ തന്തവൈബ് എന്ന് പറയുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ അമ്മാവൻ കോംപ്ലക്സ് എന്ന് കയറി പറയുമെന്ന് സംശയമുണ്ട്. ഞാൻ സ്ത്രീ അല്ലാത്തതുകൊണ്ട് തള്ളവൈബുമല്ല. സത്യത്തിൽ നമ്മൾ ഈ തന്തവൈബിൻ്റെ ഒരു പോസിറ്റീവ് തലത്തിനെ കുറിച്ച് നമ്മൾ പറയാതെ ആരൊക്കെയോ കൂടി ഈ തന്തവൈബിനെ എന്തോ കളിയാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലേക്ക് താഴ്ത്തി പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതെന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ഒരു പരിധി വരെ. കാരണം എല്ലാ തന്തമാരും അവരുടെ വൈബ് യുവതലമുറയെ കീഴോട്ടടിക്കുകയോ ഒന്നും ചെയ്യുന്ന തരത്തിൽ ഉള്ളതല്ല. എന്നാൽ ആ തരത്തിലുള്ളൊരു എന്താ പറയുക, വളർത്തലിൽ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം വന്നിട്ടുണ്ട്. കാരണം ആളുകളെ കുറ്റം പറഞ്ഞാലേ താഴ്ത്തി പറഞ്ഞാലേ അങ്ങ് അവർക്ക് വീണ്ടും അത് തിരുത്തി മുന്നോട്ട് വരാനുള്ളൊരു കെൽപ്പുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ധാരണ നമ്മുടെ സംസ്കാരത്തിൽ വന്നു പോയിട്ടുണ്ട്. വഴക്ക് പറയുക, താഴ്ത്തി പറയുക, നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറയുക, മൊത്തത്തിൽ മോശമാക്കുന്ന തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ചില ശൈലികൾ വന്നു പോയിട്ടുണ്ട്. അത് ഉള്ളിലേക്കെടുക്കുന്ന ഒരു യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ഓട്ടോ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിൽ കേട്ടത് അല്ലെങ്കിൽ നാട്ടിൽ കേട്ടത് വെച്ചിട്ട് ഞാൻ പോരാ എന്നുള്ളത് അത് ഇൻറ്റേർണലൈസ് ചെയ്യുന്നൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ വരും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ നിധികളെ കുറിച്ചിട്ട്
നിങ്ങളുടെ സ്വന്തം മൂല്യത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് അതെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്, റെസീലിയൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് വീണ് കഴിഞ്ഞാൽ ഉശിരോടെ ചാടി എഴുന്നേറ്റിട്ട് മുന്നോട്ട് ചുവട് വയ്ക്കാനുള്ളൊരു കെൽപ്പ് പലപ്പോഴും ഇല്ലാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പുതിയ കാലത്തിൽ വരുന്നൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികവൽക്കരണത്തിൻ്റെ ഇടങ്ങൾ ഭയങ്കരമായിട്ട് ചുരുങ്ങി വരിക. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് സമൂഹമായിട്ട് ഇടപെടാതെയും ജീവിക്കണമെങ്കിൽ ജീവിക്കാം, വർക്ക് ഫ്രം ഹോം ആക്കാം, ആ കുടിസ് മുറിയിലിരുന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ ഭക്ഷണം വരുത്താം, നിങ്ങൾക്ക് OTTയിൽ സിനിമ കാണാം, പുറത്തിറങ്ങുക വേണ്ട. എന്തിനാ മനുഷ്യരെ കാണുന്നത്? യു ക്യാൻ ലിവ് എ സോളിറ്ററി ലൈഫ് ഇൻ ദിസ് വേൾഡ്. പല യുവാക്കളുടെയും ലൈഫ് സ്റ്റൈൽ നോക്കുമ്പം ഏറിയും കുറഞ്ഞും ഈ തരത്തിലുള്ളൊരു സോളിറ്ററി ലൈഫിൻ്റെ പൊട്ടും പൊടിയും വന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് തന്തവൈബെന്ന് പറയരുത്. കൊച്ചു കുട്ടികളുടെ ജീവിതത്തിൽ പോലും സോഷ്യലൈസേഷനുള്ള അവന്യൂസ് കുറഞ്ഞു വരികയാണ്. നിങ്ങൾ മുതിർന്നവരാണ്, ഇപ്പോൾ ഇതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. അതെന്തുകൊണ്ടാണ്? തൃപ്പൂണിത്തുറ നഗരത്തിൽ ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടാണോ? അല്ല, ചെറുപ്പക്കാർക്ക് ഇത്തരം സോഷ്യലൈസേഷൻ സർക്കിളുകൾ വരേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസഫ് അന്നംകുട്ടീനെ ഞങ്ങൾക്ക് വീഡിയോ കാണാമല്ലോ, എന്തിനാ ഇവിടെ ഒന്നും കേൾക്കണ്ടേ? ഈ രീതിയിലേക്ക് അവർ ചുരുങ്ങി പോകുന്നുണ്ട്. പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ആർജിച്ചെടുക്കേണ്ട ഒരു പ്രശ്നം വരുമ്പം അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പം അതിനെ നേരിടേണ്ട പല വൈഭവങ്ങളും ഈ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഉണ്ടാകേണ്ടതാണ്. അത് ദൗർഭാഗ്യവശാൽ ഉണ്ടാവുന്നില്ല. അതും ഒരു പക്ഷേ ഈ തരത്തിലുള്ള വീഴ്ചകൾ വരുമ്പം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള മാതൃകകൾ തേടുമ്പോൾ പലപ്പോഴും തെറ്റായിട്ടുള്ള മാതൃകകളിലേക്ക് അവരെ കൊണ്ടുപോയി എന്ന് വരും. അത് ഡ്രഗ്സ് ആവാം, ആത്മഹത്യാ ശ്രമങ്ങളാവാം, അതുപോലുള്ള പലതും ആവാം. കാരണം അവരുടെ മുമ്പിൽ അവരുടെ അനുഭവ തലത്തിലൂടെ അവർ ആർജിച്ചെടുത്തിട്ടില്ല. എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരുമ്പം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സ്കില്ല് പ്രാക്ടിക്കലായിട്ട് പഠിക്കേണ്ടതാണ്, പുസ്തകത്തിൽ വായിച്ച് പഠിക്കേണ്ടതല്ല. ആ പ്രാക്ടിക്കൽ സെൻസ് ഈ സാമൂഹികവൽക്കരണത്തിൻ്റെ ആ സ്പേസ് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ് നിർമ്മിത ബുദ്ധി. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഞാനൊക്കെ പറയുന്ന നിർമ്മിത ബുദ്ധി ഉണ്ടെങ്കിൽ അതിൽ നിർമ്മിത കുബുദ്ധിയുമുണ്ട്. ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈ സാമൂഹികമായിട്ടുള്ള ചുരുക്കപ്പെടല് നമ്മുടെ ചെറുപ്പക്കാർ പലരും നിർമ്മിത കുബുദ്ധിയിലേക്കാണോ വീഴുന്നത് എന്നുള്ളൊരു പേടി എനിക്ക് തോന്നുന്നു. ക്ലിനിക്കൽ പോപ്പുലേഷൻ വെച്ചിട്ട് പറയാണ്, ആരും പരിഭവിക്കരുത്. ഇതൊരു കുറച്ച് പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് മാത്രം വെച്ചിട്ട് തള്ളിക്കളയുക. നിങ്ങൾ സ്വയം വിശകലനം ചെയ്തിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ സോഷ്യലൈസേഷൻ കുറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു 10 വയസ്സ് 12 വയസ്സുള്ളൊരു കുട്ടി വീട്ടിൽ ഗസ്റ്റ് വരുമ്പം വിളിച്ച് അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 50% കുടുംബങ്ങളിലും ആ കുട്ടികൾ ഒരു 10 മിനിറ്റ് നിന്നിട്ട് നേരെ പന്തടിച്ച പോലെ മുകളിലേക്ക് അവരുടെ മുറിയിലേക്ക് പോകും. നോബഡി ടെൽസ് ദം യു ഹാവ് ടു ബി ഹിയർ, യു വിൽ ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് ദിസ് പീപ്പിൾ. ഇവരുമായിട്ട് വർത്തമാനം പറയണം. അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നതിന് പകരം അവർക്ക് പഠിക്കാനുണ്ടാവും, മുകളിൽ പോയി എന്ന് പറഞ്ഞിട്ട് വി ഫൈൻഡ് എക്സ്ക്യൂസസ് ഫോർ ദം, depriving them of a very cardinal task of socialization. അത് ആ സാമൂഹികവൽക്കരണം അവരെ പലതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എത്തിക്കഴിയുമ്പോൾ അപകടങ്ങളിൽ പോകുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് നോ പറയാനും പഠിപ്പിക്കേണ്ടി വരും. അതിനുള്ള സ്കില്ലും കൂടെയാണ് പോകുന്നത്. കാരണം ഇവർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ കാണുന്നത് ഇവരെ വഴിതെറ്റിക്കുന്ന ഒരു സമൂഹത്തിലാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അതിന് നോ പറയാൻ പറ്റാതെ പെടുന്നതും ഇവരുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും ആ ഒരു സാമൂഹികവൽക്കരണത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാതെ പോകുന്നതുകൊണ്ടാണ്. ഇന്നത്തെ സൈബർ യുഗമൊക്കെ അതിന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് ഗുണമുണ്ട്, ധാരാളം ഗുണങ്ങളുണ്ട്. അവരെല്ലാം അറിവുള്ള പിള്ളേരാണ്. യുവാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രായം ഈ പ്രായമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു നോളജ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലേ തർക്കമുള്ളൂ. പക്ഷെ മറ്റെല്ലാ കാര്യങ്ങളും ദേ ആർ എക്സലൻറ്റ്. അതുകൊണ്ട് 2 തരം ക്ലാസ്സുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ എക്സലൻസ് ഉപയോഗിച്ചിട്ട് വളരെ ഉയരത്തിൽ പോകുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ താഴേക്ക്
ഈ വൈകാരിക ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ കുറിച്ചിട്ടാണ് പേടിക്കേണ്ടത്. താങ്കൾ ഒരു യൂത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരുപാട് യങ്സ്റ്റേഴ്സായിട്ട് നിരന്തരം നമുക്ക് ബന്ധപ്പെടുന്നുണ്ടല്ലോ പല രീതിയിൽ. ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? യുവാക്കൾക്കിടയിൽ ഒരു കോപ്പിംഗ് സ്കിൽ കുറഞ്ഞു എന്ന് തോന്നലുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത്? ഇപ്പം ഏതൊരു കാലഘട്ടത്തിലും ആ ഒരു കാലഘട്ടത്തിൽ യങ് ജനറേഷൻ ഈസ് അണ്ടർ സർവൈലൻസ് ആണ് അല്ലേ? സാറിപ്പോൾ ഞാനും കുട്ടിക്കാലത്ത് അപ്പച്ചനീ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഭയങ്കര കണക്ഷനാണ്. ഈ അച്ഛന്മാർ വരുമ്പോൾ ചെന്ന് സ്തുതി കൊടുക്കാൻ പറഞ്ഞാൽ എനിക്കും വലിയ താല്പര്യമില്ലായിരുന്നു പോകാനായിട്ട്. എല്ലാ കാലഘട്ടത്തിലും യങ്സ്റ്റേഴ്സ് സമൂഹത്തിൻ്റെ വിരൽ ഏറ്റവും ചൂണ്ടപ്പെടുന്നത് യങ്സ്റ്റേഴ്സിനെതിരാണ്. എൻ്റെ ഗുരുവായിട്ടുള്ള ബോബി അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമ്മളെക്കാളും ഭേദപ്പെട്ടവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അവർ ബോഡി ഷെയിമൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പണ്ട് ഞൊണ്ടി എന്ന് പറഞ്ഞ കളിയാക്കിയിട്ടുണ്ടാവും, തടിയ. എൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് അന്ന് 8ാം ക്ലാസ്സിൽ ഒരു പയ്യൻ്റെ ഒരു പുസ്തകം എഴുതി, അവൻ്റെ ജീവിതാനുഭവങ്ങൾ. വളരെ വൃത്തിയായിട്ട് ജീവിതാനുഭവങ്ങളായിരുന്നു. അതിനകത്ത് പലരെയും ചീമപ്പോർക്ക് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനെ അഭിസംബോധന ചെയ്തിട്ട് അവൻ അന്ന് ഹെഡ് മാസ്റ്റർ അടുത്ത് പരാതി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ന്യൂജൻ പടങ്ങൾ ഇറങ്ങുമ്പോൾ എവിടെയും നമ്മൾ ബോഡി ഷേമിങ് കാണുന്നുണ്ടോ? അത് ഡയറക്റ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ചെറിയ പിള്ളേരാണ്. അപ്പം നമ്മൾ യൂത്തിന് പിന്നെ എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ മെല്ലെ നമ്മളതായി തീരും എന്നാണ്. ഫ്രെഡറിക് നീഷെ എന്ന് പറഞ്ഞൊരു ജർമ്മൻ ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതുമായിരുന്നു. ഒരിടയ്ക്ക് അദ്ദേഹം കുതിരപ്പുറത്ത് പോകുമ്പോൾ കുതിരപ്പുറത്തുനിന്ന് വീണ അയാളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി. അയാൾക്ക് എഴുതാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു ടൈപ്പ് റൈറ്റിംഗ് കമ്പനി ഒരു കസ്റ്റമൈസ് ചെയ്ത ടൈപ്പ് റൈറ്റർ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. 1 മിനിറ്റിൽ 800 ലെറ്റേഴ്സ് അങ്ങനെ ടക്കടക്കാതെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെയും അദ്ദേഹം ആ ടൈപ്പ് റൈറ്റർ വെച്ച് പുസ്തകങ്ങൾ എഴുതി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ ഫാൻസ് പറഞ്ഞു, സാർ ഇപ്പോൾ സാറിൻ്റെ റൈറ്റിങ്ങിലൊക്കെ ഭയങ്കരമായിട്ടൊരു അഗ്രഷൻ ഉണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു വെറുപ്പൊക്കെ കയറി വരുന്നുണ്ട്. എന്താണ് ഒരു ആ കുതിര വീഴ്ചയ്ക്ക് ശേഷം ആ ഒരു സങ്കടം ഉള്ളിൽ കിടന്നിട്ട് ആ സങ്കടം ഇങ്ങനെ ഇതായിട്ട് പുറത്തു വരുന്നതാണോ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഒരിക്കലും ഇല്ല. അതൊന്ന് കണ്ണടച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, മേ ബി ഇറ്റ് കുഡ് ബി ദ ടൈപ്പ് റൈറ്റർ. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളൊരു പേന എടുത്ത് ഇങ്ങനെ എഴുതുമ്പോൾ കുറെ കൂടി സ്നേഹമുള്ള വാക്കുകൾ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ മെല്ലാണ്. ടൈപ്പ് റൈറ്റിംഗ് എങ്ങനെയാണ്? നിങ്ങൾ എന്തിനോടാണോ ചേർന്ന് നിൽക്കുന്നത് നിങ്ങളതായി തീരും. മൈൻഡ് യു, നമ്മൾ നേരിട്ടുള്ള ചേർന്ന് നിൽക്കുന്നത് എന്തിനോടാണ്? നമ്മുടെ യൂത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. ഒരു ഫേമസ് പുസ്തകമാണ് നിക്കോളാസ് കാർ എന്നാണ് അയാളുടെ പേര്. പുലിറ്റ്സർ പ്രൈസിന് ബുക്കുകളിൽ ഫൈനൽ റൗണ്ടിൽ 2008 എത്തിയതാണ്. ആ ബുക്കിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഹൗ ഇൻ്റർനെറ്റ് ചേഞ്ച്ഡ് ദ വേ വി തിങ്ക്, റീഡ് ആൻഡ് റിമെമ്പർ. ഞാനിപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞാൽ, പുള്ളി യൂത്ത് ആയിരുന്നെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് പ്രായമായെന്നല്ല, കുറച്ചുകൂടി നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ എഫ് മോഡിലാണ് പറയാം. എഫ് മോഡ്, അത് നടുക്ക് താഴ്ത്തോട്ട് അല്ലേ? മൊബൈലിൽ നമ്മുടെ ആർട്ടിക്കിളിൽ നോക്കുമ്പോൾ ടൈറ്റിൽ നോക്കും, ഒന്നിങ്ങനെ ഇതാക്കി നടുക്കും നോക്കും, ഫൈനൽ നോക്കും. വി ആർ നോട്ട് റീഡിങ് ദ എൻറ്റയർ കോണ്ടന്റ്. അപ്പം നമ്മുടെ യൂത്ത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുമ്പോൾ അവർ ഡൈല്യൂട്ടഡാണ് അവരുടെ ചിന്ത. അവരുടെ കോറിൽ ബുദ്ധിമുട്ടുകളില്ല. ഇപ്പോൾ ഇന്നലെ AI കുറിച്ച് വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുന്ന കൊച്ചു പയ്യൻ, അവൻ ഞങ്ങളുടെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്ന ഇവൻറ്റിൽ ഞാനുണ്ടായിരുന്നു, വേറെ 2 പേരുണ്ടായിരുന്നു. അവൻ എല്ലാവരുമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ചേട്ടാ എല്ലാവരോടും AI ഉപയോഗിക്കാൻ പറ എന്ന് പറയണം. ഞാൻ പറഞ്ഞു AIയോട് എനിക്ക് അത്ര ഒരു AI അടിപൊളിയാണ്, പക്ഷേ കുറച്ചൊരു ഹ്യൂമൻ കാര്യങ്ങളല്ലേ നോക്കേണ്ടത്. AIക്ക് എന്താ ചേട്ടാ ചെയ്യാൻ പറ്റുന്നത്? എന്തും ചെയ്യാൻ പറ്റും. ചേട്ടന് പുസ്തകം എഴുതണോ? എഴുതാൻ പറ്റും. ഇപ്പം പറഞ്ഞു AI കൊണ്ട് നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എനിക്കൊരാളെ നഷ്ടപ്പെട്ട് ഞാൻ കരയുമ്പോൾ AIയുടെ ഏത് ടെക്നോളജി വെച്ചിട്ടായിരിക്കും നീ എന്നെ ആശ്വസിപ്പിക്കുക? അതായത് എനിക്ക് വേണ്ടത് ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ആളെ കടന്നു പോകുമ്പോൾ വിറച്ച് നിൽക്കുന്ന എന്നെ ഇങ്ങനെ വട്ടം പിടിക്കാൻ ആരെ കൊണ്ട് പറ്റും? അപ്പം നമുക്ക് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു കോപ്പിംഗ് മെക്കാനിസത്തിൽ ഡെഫിനറ്റ്ലി പ്രശ്നമുണ്ട്. പക്ഷെ അത് അവരുടെ കുറ്റമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് നോട്ട് ദെയർ മിസ്റ്റേക്ക്, ഇറ്റ്സ് ദ സിസ്റ്റം.
ഖത്തറിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ റെഡ് സിഗ്നൽ കാണുമ്പോൾ വണ്ടി അവിടെ നിർത്തും. റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിച്ച സമയത്ത് മാത്രം റോഡ് ക്രോസ് ചെയ്യും. അത് ഖത്തറിലെ മനുഷ്യർ ഇന്ത്യൻസിനേക്കാളും ബെറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇറ്റ്സ് എ സിസ്റ്റം. ഇവിടെ നമുക്ക് ചുവപ്പ് കണ്ടാൽ പെട്ടെന്ന് പോവാന്നാണ് അല്ലേ? പച്ച കണ്ടാൽ നീ പോയേ പറ്റൂ, അവിടെ നിന്ന് വണ്ടി ഇടിച്ചിട്ടാണെങ്കിൽ നമുക്ക് പോവാം. മഞ്ഞ കണ്ടാൽ പ്രാർത്ഥിച്ചിട്ട് പോവാം. വൈ? നമ്മുടെ സിസ്റ്റം വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങളൊരാൾ റോഡിൽ തുപ്പുന്ന കാണില്ല, വലിച്ചെറിയുന്ന കാണില്ല. അപ്പോൾ മനുഷ്യർക്കല്ല പ്രശ്നം, ഇറ്റ്സ് എ സിസ്റ്റം. നിങ്ങൾ ചെറിയൊരു സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ കൂവും, അപ്പുറത്താൾ അടിക്കും, പേപ്പർ വലിച്ച് വിജയ് വരുമ്പോൾ എറിയും. നിങ്ങൾ PVR പോയി ആ കാഴ്ച കാണില്ല. വൈ? PVR പറഞ്ഞു ഇവിടെ പേപ്പർ വലിച്ചെറിയരുത്, ഇവിടെ കൂവരുത്. യു ആർ ആസ് ഗുഡ് ആസ് യുവർ എൻവയോൺമെൻറ്റ്. യു ആർ ആസ് ഗുഡ് ആസ് യുവർ എൻവയോൺമെൻറ്റ്. ഇതേ പരിപാടി ഈ AC ഇല്ലാത്ത ടർപ്പായ കെട്ടിയ പുറത്താണെങ്കിൽ നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ കേൾക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കുറേ പേര് ഇങ്ങനെ വീസുണ്ടാവും, എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഈ ചെറിയ പിള്ളേരിൽ നിന്ന് തുടങ്ങാണ്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഡെത്ത് ഓഫ് എക്സ്പെർട്ടീസ് ഒരു ബുക്കുണ്ട്. എക്സ്പെർട്ടുകളുടെ മരണം എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്കറിയാം നിങ്ങളിൽ പലരും പോലും ഇപ്പോൾ ഡോക്ടറോടാണ് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാനൊരിക്കലും ഡോക്ടറെ കാണാൻ പോയി, എനിക്ക് തൊണ്ടടക്കി ഇങ്ങനെ ഒന്ന് കാണിക്കണം. അപ്പം ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടർ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്, അതിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ചായ കുടി വളരെ കൂടുതലാണ്, അതിൻ്റെ ഒരു ഇതാണെന്നും പണ്ടിങ്ങനെ തോന്നി. പിന്നെ ഉറക്കമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഇതുകൊണ്ടായിരിക്കും ഡോക്ടർ എനിക്കങ്ങനെ. ഇപ്പോൾ ഡോക്ടറിനോട് ഇങ്ങനെ ചുമരുമേലേക്ക് നോക്കാൻ പറഞ്ഞു. അവിടെ ഒരു കോട്ടുണ്ട്, ഡോണ്ട് കമ്പയർ യുവർ ഗൂഗിൾ സെർച്ച് വിത്ത് മൈ മെഡിക്കൽ ഡിഗ്രി. ഇത് ഡെൻ്റൽ ആദ്യം ഒരു എൻ്റെ പേരും ഡെൻ്റൽ എന്നാണ് പേര്, പക്ഷേ എല്ലാം ഉണ്ട് അവിടെ. ഇർഷാദോ വയറ്റിലെ ഭാഗത്താണ്. നമ്മളങ്ങനെയല്ലേ, ഇപ്പോൾ പനി വന്നാൽ തൊണ്ടവേദന, നമ്മളൊക്കെ ഗൂഗിളിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഡെത്ത് ഓഫ് എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ടുകൾ ഇന്ന് ആർക്കും വേണ്ട. ഇപ്പം നമ്മൾ വീഡിയോ നാളെ പുറത്തേക്ക് ഇറങ്ങി തരിക, അതിൻ്റെ താഴത്തെ ആദ്യത്തെ കമൻറ്റ് 3 ബോധമില്ലാത്തവർ സംസാരിക്കുന്നു. ചിരിക്കില്ലേട്ടോ, നിങ്ങളത് എഗ്രി ചെയ്യാൻ തരും. അങ്ങനെ കമൻറ്റ് നമ്മൾ ആദ്യം ഡൈല്യൂട്ടാവും അതിനകത്ത്. ആണോ ഇവരെന്താ പറയണേ? അപ്പോൾ ആ ബുക്കിൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് ആദ്യം ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ കയറേണ്ട സബ്ജക്റ്റാണ് സോഷ്യൽ മീഡിയ ട്രെയിനിങ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ US ഇൻസ്റ്റഗ്രാമിൻ്റെ ഓഫീസിൽ പെട്ട ഒരാളാണ്. 1 മാസത്തെ ട്രെയിനിങ്ങിന്. ഒരു വർഷം ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് 2 കോടി ഫേക്ക് അക്കൗണ്ട്സാണ്. 2 കോടി. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിന് മുമ്പിൽ ഇങ്ങനെ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിനെ മുകളിലേക്ക് കയറ്റാൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇമോജിയാണ് ആംഗ്രി ഇമോജി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് വെറുപ്പിനും സെക്സിനുമാണ്. ഇഫ് യു വാണ്ട് ടു ബിക്കം ഫേമസ്, യു സ്പീക്ക് അബൌട്ട് സെക്സ്, യു ക്രിയേറ്റ് എ ട്രോൾ അബൌട്ട് സെക്സ്. അല്ലെങ്കിൽ എന്തിൽ വെറുപ്പ് വേണം, മോഹൻലാലിനെ കളിയാക്കിയൊരു പോസ്റ്റ് ഇടും. You will get more reach, more views, more followers, more collabs, more money, more stardom, and that person will come here and talk. നാളെ ഗസ്റ്റായിട്ട്. അപ്പോൾ ആ ബുക്ക് പറയുന്നത് നമ്മുടെ ജനറേഷന് പറ്റുന്ന ഏറ്റവും നല്ല സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും നമ്മുടെ പുതിയ തലമുറയെ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരുടെ കോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മൾ ഈ യുവതലമുറയുടെ ഇടയിലെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ യങ്സ്റ്റേഴ്സിൻ്റെ പാരൻസ്, നമ്മുടെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ, ഞങ്ങളുടെയൊക്കെ പാരൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ പലപ്പോഴും വീട്ടിലെ ആൾക്കാരില്ല. ഇപ്പോൾ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ടുവരണമെങ്കിൽ പാരൻസിൻ്റെ ഒരു പങ്ക് വളരെ വലുതാണല്ലോ. അപ്പോൾ യങ്സ്റ്റേഴ്സിന് പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ മുമ്പത്തെ തലമുറ അതിൽ ബിസിയായി പോയതുകൊണ്ടാണോ മറ്റു കാര്യങ്ങളായിട്ട്, ഇല്ല അവർക്ക് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു സമയം വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമോ എന്നൊരു ചോദ്യം. ഇല്ല, അങ്ങനെ
അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം മാത്രമല്ലല്ലോ ഒരു 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 വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. പള്ളിക്കൂടങ്ങളുണ്ട്, അധ്യാപകരുണ്ട്, ബദൽ രക്ഷകർത്തത്തിൻ്റേതായിട്ടുള്ള ഒരു ചുമതല വഹിക്കേണ്ട അധ്യാപകരുണ്ട്. അപ്പം ആ വക സിസ്റ്റങ്ങളെല്ലാം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ട ചോദ്യം. കാരണം ഇപ്പം നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന തരം വീടുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അവർക്ക് എത്രയോ മാതാപിതാക്കൾ 10ലെ പരീക്ഷ വരുമ്പോൾ 10ലെയും 12ലേക്ക് പരീക്ഷ നടക്കുന്ന സമയമാണ്. എത്ര പേര് ലീവ് എടുത്തിട്ട് വീട്ടിൽ കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ദൈനംദിന രീതിയിൽ കുട്ടികളുടെ വളർച്ചയിൽ സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ ജോസഫ് പറഞ്ഞ മാതിരിയുള്ള സോഷ്യൽ മീഡിയയുടെ യുക്തിസഹജവും വിവേകപൂർവമായിട്ടുള്ള ഉപയോഗത്തിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ കാണുന്ന ഒരു സിനിമയിലെ അക്രമം അത് സിനിമ മാത്രമാണ്, ജീവിതത്തിൽ അനുകരിക്കാനുള്ളതല്ല എന്ന് ഉള്ളൊരു മീഡിയ ചർച്ച നടത്താനോ ഒന്നുള്ള സമയം സാവകാശം ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിൽ ബദൽ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രകൃതത്തിൽ വിഷാദത്തിൻ്റെ ഒരു ഭാവം വരുന്നു, അവൻ ഉൾവലിയുന്നു, പഴയ പോലെ പ്രസരിപ്പ് കാണിക്കുന്നില്ല, ഒരുപാട് പെരുമാറ്റത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നു എന്നുള്ള സാഹചര്യം വരുമ്പം തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം. തിരിച്ചറിഞ്ഞാലും ജോസഫിന് എന്ത് പറ്റി എന്ന് ഈ 0ൻ്റെ ഇപ്പുറം 1 ഇടുന്ന തരം ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. ജോസഫ് ഭാഗ്യവാനാണ്, ജോസഫിന് കിട്ടി എന്നുള്ളതാണ്. ബട്ട് ദാറ്റ്സ് എ റിയൽ പ്രോബ്ലം. ആ തരത്തിൽ നമ്മുടെ അടുത്തൊക്കെ ആശുപത്രിയിൽ ആത്മഹത്യാശ്രമം കഴിഞ്ഞ് വരുന്ന ആളുകളെ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പം എല്ലാവർക്കും പോയ ഒരു മാസത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്നറിയാം. ചങ്ങാതിമാർക്കറിയാം, മാതാപിതാക്കൾക്കറിയാം. പക്ഷെ ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള ചോദ്യം, എന്ത് പറ്റി ചങ്ങാതി, എന്ത് പറ്റി മോനെ, ആ 1 പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു എന്നുള്ള ആ ഒരു ക്രൂഷ്യൽ ചോദ്യം ചോദിക്കാൻ അവർ മറന്നുപോയി. പക്ഷേ ഈ ശ്രമം കഴിയുമ്പോഴാണ് അവർ പലപ്പോഴും അത് നോക്കുന്നത്. അപ്പം വീടുകളെ മാത്രം ആശ്രയിച്ചിട്ട് കുട്ടികളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ മാറി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. There has to be other institution which is taking care of all these things. അത് ചെയ്യാതെ വരുമ്പം ദൈനംദിന ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള സാമൂഹിക പിന്തുണാ സംവിധാനങ്ങളൊക്കെ ദുർബലമാകുന്നു എന്നുള്ള ആ ഒരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഒരു പക്ഷേ കോപ്പിംഗ് അവരുടെ പ്രശ്നമല്ല എന്ന് ജോസഫ് പറഞ്ഞതിൻ്റെ ഒരു തലം. അവർക്ക് പ്രശ്നമുണ്ടായി, അവർക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിലയില്ലാ കയത്തിലേക്ക് പോകുമ്പം പിടിച്ചോളൂ എൻ്റെ കൈ എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുക്കുന്ന സംവിധാനങ്ങൾ ദുർബലമാകുന്നത് ഡെഫിനറ്റ്ലി അത് ഉത്തരവാദിയാണ്. എല്ലാത്തരം മാനസിക സംഘർഷങ്ങളിലും മെൻ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ സപ്പോർട്ട് സിസ്റ്റം ഈസ് വെരി വൈറ്റൽ. നമുക്ക് ഇന്ത്യയിൽ വളരെ സുലഭമാണ് എന്ന് നമ്മൾ മെയിനി പറഞ്ഞിരുന്നൊരു സംഭവമാണ് ഇപ്പോൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കിസോഫ്രെനിക് ഇൽനെസ് ഉള്ള ആളുകളെ കുറിച്ചിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ സ്റ്റഡി നടത്തിയപ്പം ഇന്ത്യയിലുള്ള സ്കിസോഫ്രെനിക് രോഗികൾക്ക് കുറേക്കൂടെ മെച്ചത്തിലുള്ള റിക്കവറി, സോഷ്യൽ റിക്കവറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പഠനം കാണുന്നത്. അതിന് പറയുന്ന ഒരു കാരണം സോഷ്യൽ വർക്കിലെ ബിരുദാനന്തര ബിരുദമെടുത്താണ് ആർച്ച. നമ്മുടെ ഫാമിലി സപ്പോർട്ട് സിസ്റ്റംസ് വയബിളായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഏതെങ്കിലും രീതിയിൽ കൊച്ചു റീഹാബിലിറ്റേഷൻ ചെയ്യാനൊക്കെ ഈ സംവിധാനങ്ങൾ ശക്തമായതുകൊണ്ട് UK അല്ലെങ്കിൽ USA ഉള്ള സ്കിസോഫ്രെനിക് രോഗിയായിട്ട് താരതമ്യപ്പെടുമ്പോൾ നമ്മുടെ രോഗികൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ സോഷ്യൽ റിക്കവറിയിലേക്ക് വരുന്നു എന്ന് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ആ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അതുപോലൊരു ഫലം കിട്ടുമെന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് പേടിയുണ്ട്. സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, രണ്ടുപേരും സിസ്റ്റം എന്നുള്ള വാക്ക് പറഞ്ഞു. സിസ്റ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മണി ആൻഡ് പവർ, ഇതിലേക്കാണ് എല്ലാവരും പോണമെന്ന് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ച് വലിയ ആളായി വലിയ ജോലി വാങ്ങണം. അച്ഛനമ്മയും പറഞ്ഞത് പഠിച്ച് വലിയ ആളായി ജോലി പഠിത്തം അല്ലെങ്കിൽ പൈസ എന്നതാണ് സക്സസ് ആയിട്ട് ബന്ധപ്പെടുത്തി പറയണത്. അപ്പോൾ ആ ഒരു പ്രഷർ സിസ്റ്റത്തിൽ മൊത്തം ഇല്ലേ? ഇത് എവിടെ നിന്നാണ് നമുക്കിത്? ഡോക്ടർ നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഞാൻ വളരെ ലക്കിയാണ് ഈ കാര്യത്തിൽ. എനിക്കിങ്ങനെ
അത് ത്രൂട്ട് പൂജ്യമായതുകൊണ്ടാണെന്ന് അവിടെ എപ്പോഴും ഒന്നിടാനായിരിക്കും വന്നത്. ഐ വാസ് ലക്കി. ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കുട്ടിക്കാലത്തൊന്നും എഗെയിൻ ഭാഗ്യം കൊണ്ടായിരിക്കാം എന്നോട് പഠിച്ച് വലിയ ആളാവണം എന്നുള്ളൊരു ടിപ്പിക്കൽ സാധനം. എൻ്റെ അപ്പനമ്മ അധ്യാപകരാണ്, അങ്ങനെ ഞാനധികം കേട്ടിട്ടില്ല. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു അനുഭവമുണ്ട്. സച്ചിൻ തൻ്റെ ഫെയർവെൽ സ്പീച്ചിൽ പറഞ്ഞ കാര്യമാണ്. സച്ചിന് ഈ 10ാം ക്ലാസ്സിലൊക്കെ അറിയുമ്പോൾ പഠിക്കാനൊരു താല്പര്യമില്ല. 8ൽ ചില ആളിങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, അവിടെയുള്ള വീടുകളിലെ ചില്ലുകൾ പൊട്ടിക്കുന്നു, അവർ സച്ചിനെയും കൊണ്ട് സച്ചിൻ്റെ അമ്മയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നു. സ്ഥിരം പ്രശ്നമാണ്. അപ്പോൾ ഒരിക്കൽ ഇത് പലതവണയായി. ഒരു തവണ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു സച്ചിൻ. അപ്പനെയും വാങ്ങിച്ചു കൊടുത്തില്ല. അവൻ പട്ടിണി കിടക്കണം. എനിക്ക് സൈക്കിൾ വാങ്ങിച്ചായിരുന്നു പറയാൻ ഭക്ഷണം കഴിക്കില്ല. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഗതി കെട്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എടാ മെല്ലെ ചവിട്ടണം, നിൻ്റെ ഈ പിടപ്പ് സൈക്കിളിൽ കാണിക്കരുതെന്ന് പറഞ്ഞു. ആഞ്ഞ് സൈക്കിൾ വെട്ടി ഒരു ഉന്തുവണ്ടി ഉണ്ടായിരുന്നു, അതും കൂടെ കയറി തലകുത്തി വീണ് കൈയൊടിഞ്ഞു. അന്ന് സച്ചിൻ്റെ ഫാദർ സച്ചിനെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, ഭയങ്കര ആ പറഞ്ഞ കാര്യമാണ് 24 വർഷത്തെ ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ച ഫെയർവെൽ സ്പീച്ചിൽ സച്ചിൻ പറഞ്ഞത്. സച്ചിൻ പറഞ്ഞതാണ്, എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എടാ ക്രിക്കറ്റ് കളിക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ അപ്പച്ചൻ നിന്നെ നല്ലൊരു ക്രിക്കറ്റ് കോച്ചിനെ പരിചയപ്പെടുത്തി നിന്നെ ആ വഴിക്ക് വിടാം. പക്ഷേ ലോകത്തേതൊരു കാലത്തും സച്ചിൻ ടെണ്ടുൽക്കർ മഹാനായ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന് ഈ ലോകം പറഞ്ഞ് കേൾക്കുന്നതിനേക്കാൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം സച്ചിൻ നല്ലൊരു മനുഷ്യനാണെന്ന് നിൻ്റെ ചുറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിലാണ്. ലോകത്തേതൊരു കാലത്തും സച്ചിൻ മഹാനായ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം സച്ചിൻ നല്ലൊരു മനുഷ്യനാണെന്ന് കേൾപ്പിക്കുന്നതിലാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ കൊണ്ട് കോച്ചിനെ അടുത്ത് കൊണ്ടുപോയി 16ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചു. സച്ചിൻ 24 വർഷം ഗ്രൗണ്ടിൽ കളിച്ച് ഇന്ന് വരെ ഒരാളോട് മോശപ്പെട്ട് പെരുമാറിയിട്ടില്ല. സച്ചിൻ ക്രിക്കറ്റ് വിട്ട് 10-15 വർഷമായിട്ട് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ കലൂര് വരുന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് എല്ലാ ആളുകളും മറന്ന് എല്ലാവരും സച്ചിൻ സച്ചിൻ എന്ന് പറയുന്നു. അപ്പോൾ എഗെയിൻ നമ്മുടെ കോളേജുകൾ സ്കൂളൊക്കെ പാരൻറ്റിങ്ങിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു കാര്യം ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എത്ര നേരത്തെ സാർ പറഞ്ഞില്ല, BMW കാർ വാങ്ങിക്കുന്നതോ ബെൻസ് വാങ്ങിക്കുന്നതോ അല്ല ഒരാളുടെ ക്വാളിറ്റി. അതിന് ജിം ക്യാരി എന്ന വലിയൊരു ആക്ടറുണ്ട്, കുറച്ച് പേരിൽ അറിഞ്ഞിട്ടും അറിയുമായിരിക്കും. വെരി ഫേമസ് ആക്ടർ. അയാൾ ഹെവി ഡിപ്രഷനിലോട്ട് പോയി. ഡിപ്രഷൻ കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഓസ്കാർ അവാർഡിന് ഒരാളുടെ അവാർഡ് പ്രഖ്യാപിക്കാൻ വരികയാണ്. അപ്പോൾ പുള്ളി തന്നെ പറയുകയാണ്, പുള്ളി ആ ഡിപ്രഷനെ സർവൈവ് ചെയ്തു. പുള്ളി പറയണം, എന്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് വെറും ജിം ക്യാരി അല്ല, ഗോൾഡൻ ഗ്ലോബ് വിന്നറായ ജിം ക്യാരിയാണ്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ വെറും ജിം ക്യാരി അല്ല, 2 ഗോൾഡൻ ഗ്ലോബ് വിന്നറായിട്ടുള്ള ജിം ക്യാരിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം എനിക്കുണ്ടായോ? ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ ആഗ്രഹം ഇതാണ്, ഈ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ സെലിബ്രിറ്റി ആവണം ഒരു 10 മാസമെങ്കിലും. അവർക്ക് നല്ല പൈസ വേണം, പവർ വേണം, എല്ലാം വേണം. Then they will understand it is not enough. It is not enough. ഓസ്കാർ വിന്നർ ആയിട്ടുള്ള ഒരു ആക്ടർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഒരു ആൾ സിനിമയുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചു, അവൻ്റെ ഡ്രീമാണ് ഓസ്കാർ. അത് നേടിയിട്ട് ഒരാൾ ആത്മഹത്യ എന്തുകൊണ്ടാണ്? പൈസ കൊണ്ട് 90% ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 90%. ഞാൻ എല്ലാവർക്കും പറയുന്നൊരു കാര്യമാണ്, മണി ക്യാൻ മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട 2 കാര്യം 2 ഇപ്പം ഞാൻ പറയണേന്ന്. പൈസ ഉണ്ടാക്കണം, പക്ഷെ പൈസ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. എനിക്ക് തോന്നുന്നത്, ഞാൻ എടപ്പള്ളി സിഗ്നലിൽ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എൻ്റെ ഡോറിൽ നിന്ന് തട്ടുന്നു. അവൻ്റെ കയ്യിൽ ഒരു ബക്കറ്റുണ്ട്. ബക്കറ്റിൽ വൃക്ക തകരാറുള്ളായ എൻ്റെ സുഹൃത്തിന് വൃക്ക മാറ്റിവെക്കാൻ പൈസ തേടുന്നു. അവനും എൻ്റെ ഫ്രണ്ട്സും ബക്കറ്റുകളുമായിട്ട് ഇങ്ങനെ നോക്ക് ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് വിൻഡോ താത്തുന്നു, പേഴ്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് നോക്കുന്നു. ഇപ്പോൾ 2000-ൻ്റെ ആയിരുന്നെങ്കിൽ നോക്കുമ്പോൾ കയ്യിലുള്ളത് 2000 മാത്രമാണ് എഴുതുക. ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് എനിക്കതെടുത്ത് അവൻ്റെ ബക്കറ്റിലിടാൻ പറ്റുന്നുണ്ടെങ്കിൽ മണി ഈസ് മേക്കിംഗ് മീ എ ബെറ്റർ പേഴ്സൺ. എൻ്റെ പുതിയ വണ്ടി, ഒരു വണ്ടി വന്ന് എൻ്റെ വണ്ടി മുട്ടുന്നു. എൻ്റെ പുത്തൻ വണ്ടിയോടെ വെച്ചാൽ അവനെ അടിക്കാൻ മുടക്കാൻ മുമ്പ് ഈസി ആയിട്ട് എനിക്ക് എൻ്റെ പെയിൻറ്റ് മാറ്റാവുന്നുള്ളൂ. അവരോടൊന്ന് ശ്രദ്ധിച്ച് ഓടിക്കണമെന്ന് പറയാം, വേണമെങ്കിൽ ഒന്ന് ചൂടാവാം. എൻ്റെ വണ്ടി ഒരു ഇമോഷണൽ വെട്ടിയെത്തിയെടുക്കാൻ നമുക്ക് തോന്നില്ല, കാരണം ഐ ഹാവ് മണി മാൻ, ഐ ഹാവ് മണി. ഇപ്പം ഈ പൈസ കൊണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ മദറിന് ക്യാൻസർ വരുന്നു. അവൻ ചോദിക്കുന്ന, എടാ കുറച്ച് പൈസ എടുക്കാനുണ്ടാവോ? എത്രയാണ് നിൻ്റെ ചികിത്സ? അമ്മയുടെ ചികിത്സ ചിലവ് എത്ര വരും? 50,000 60,000 ഇട്ടേക്ക്.
സോ മണി ക്യാൻ മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. അപ്പോൾ എന്തിന് പൈസ ഉണ്ടാകണം? പൈസ ഉണ്ടാക്കേണ്ടത് BMW വരാനല്ല. എൻ്റെ കയ്യെത്തും ദൂരത്തുള്ള എനിക്കറിയാവുന്ന എന്നെ തേടി വരുന്ന ജെനുവിനായിട്ടുള്ള മനുഷ്യരെ സഹായിക്കാൻ ഇത് സഹായിക്കുന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടിക്കാലം തുടങ്ങി ഞാൻ 10ാം ക്ലാസ് സെമിനാരിൽ പോയ ഒരാളാണ്. പക്ഷെ അതൊക്കെ ഒരു കാരണമാണെന്ന് ഞാൻ കരുതുന്നു. 10ാം ക്ലാസ് സെമിനാരിൽ പോയപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ കുമ്പസാരക്കൂടുകളിൽ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുള്ള ട്രൈ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ എന്നാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു തലമുറയോട് പറയണം, യു നീഡ് ടു ക്രിയേറ്റ് മണി, മേക്ക് ഹെൽ ലോട്ട് ഓഫ് മണി ഫോർ വാട്ട്? ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ആ ഡയറക്ഷൻ, അത് മറ്റേ വഞ്ചി തോട്ടിലൂടെ ഒഴുക്കി വിടുന്ന പരിപാടിയാണ്. വഞ്ചി ഇങ്ങനെ പോകുന്നു, അവിടെ ഇവിടെ തട്ടി നിറഞ്ഞ് പോകുന്നു. നമ്മളൊരു ചെറിയ കമ്പെടുത്തൊരു തട്ട് കൊടുക്കുമ്പോൾ അത് നേരെ അങ്ങനെ പോകുന്ന പോലെ മണി വേണം, പവർ വേണം. ബട്ട് ഫോർ ദ റൈറ്റ് പർപ്പസ് എന്നുള്ള സാധനം നമ്മുടെ വിദ്യാലയങ്ങളിൽ എങ്ങനെയെങ്കിലുമൊക്കെ അധ്യാപകരൊക്കെയോ അല്ലെങ്കിൽ വല്ല കോച്ചിങ് സാറിനെ പോലുള്ള ആളുകളെ വിളിച്ച് സെഷൻസോ ഡു സംതിങ്. ആ ഒരു ഐഡിയ മാറ്റാൻ മണിയും പവർ വേണ്ടെന്നല്ല, ചെറിയൊരു ഡയറക്ഷൻ ചേഞ്ച് അതാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിദ്യാലയങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ വിദ്യാലയങ്ങൾ ഇപ്പോൾ പലപ്പോഴും മണി മേക്കിംഗ് മെഷീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകളായിട്ട് ഒരു എഡ്യൂക്കേഷൻ ആണോ കൊടുക്കുന്നത്, അതോ എങ്ങനെ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തിന് പൈസ ഉണ്ടാക്കാം എന്ന ചോദ്യം കുട്ടികൾക്ക് കൊടുക്കാണ്ട് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമാണോ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പറഞ്ഞു വയ്ക്കുന്നത് എന്നൊരു സംശയം. അല്ല, ഇതിലിപ്പം മുൻഗണനകൾ സെറ്റ് ചെയ്യുന്നതിലൊരു വലിയ കുഴപ്പം പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഒരു കോളേജിലേക്ക് വിടുന്നത് 4 വർഷം കഴിയുമ്പം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി എത്ര കാശ് കിട്ടുന്നു ചോദിച്ചിട്ടാണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലിപ്പോൾ ജോസഫ് പറഞ്ഞിട്ടുള്ള മാതിരിയുള്ള ചില സങ്കല്പങ്ങൾ വരണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? നമ്മുടെ പല കുട്ടികൾക്കും ഇവിടുന്ന് 20 വയസ്സിൽ 21 വയസ്സിലൊക്കെ ക്യാമ്പസ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ പോയിട്ട് അവർക്ക് ഈ പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ചെന്ന് പെടുന്ന കുഴപ്പങ്ങൾ അതിഭീകരമാണ്. എല്ലാ ശനിയും ഞായറും അവർക്ക് അവധിയാണ്, അവർക്ക് ചില്ല് ചെയ്യണം. അവിടെ ചെന്നിട്ട് ഡ്രഗ്സിൽ ചെന്ന് പെടുന്നു. കാരണം ദേ ഡു നോട്ട് നോ ഹൗ ടു മാനേജ് മണി. പൈസ എന്ന് പറയുന്നത് ജോസഫ് പറഞ്ഞ മാതിരി അത് ഒരു ബെറ്റർ ലിവിങ്ങിനുള്ളതാണ്, പക്ഷെ അതല്ല സന്തോഷം. ദാറ്റ് ഈസ് നോട്ട് ഹാപ്പിനെസ്. മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു പ്രയോറിറ്റി സെറ്റിങ്ങിൽ എഡ്യൂക്കേഷനിൽ ഒരു വലിയ കുഴപ്പം സംഭവിക്കുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ വിദ്യാലയങ്ങളും കോളേജുകളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. യു ഹാവ് ടു മേക്ക് മണി, യു ഹാവ് ടു സർവൈവ്, ബട്ട് there are other dimensions of life which makes you a human being, a sensible human being. നിങ്ങൾ നാളെ ഒരു വഴി കടന്ന് ഒരു ആക്സിഡൻറ്റിൽ കടന്നു കഴിഞ്ഞാൽ ഇതുപോലെ വളർത്തപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിലുള്ള ആളുകൾ നിങ്ങളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളും യു ഷുഡ് ബി ബോതർഡ് അബൌട്ട് ഇറ്റ്. മനസ്സിലായില്ലേ? ആ ഒരു എമ്പതി എന്ന് പറയുന്നൊരു എലമെൻറ്റ് നിങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ യു ഹാവ് ടു ബി വാച്ച്ഫുൾ, ബിക്കോസ് യു മേ ബി എ വിക്ടിം ടുമോറോ. തൃപ്പൂണിത്തുറ പോലത്തെ ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അപ്പോൾ ആൾക്കാരായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, കമ്മ്യൂണിറ്റി എന്ന രീതിയിലൊരു ഉത്തരവാദിത്വം എന്തായിരിക്കും മനസ്സിനെ ഭാഗപ്പെടുത്താനോ? അല്ലെങ്കിൽ നോക്കൂ, ഈ കോട്ടയം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഭവം തന്നെ ഒരു വലിയ സംഭവമാണ്. മനസ്സിലായില്ലേ? ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. കാരണം നിങ്ങൾ ആളുകളുടെ മനസ്സിലെ ആളുകളെ സംസ്കാര ചിത്തരാക്കാനുള്ള കുറേ വിഷയങ്ങൾ എടുത്ത് നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാതെ നിങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു ചായയും വടയും കൊടുത്തിട്ട് ഞങ്ങളാരെങ്കിലും വിളിച്ചിട്ടൊരു ബോറൻ പ്രസംഗമൊക്കെ നടത്തി കൈയടിച്ച് പിരിയുന്ന ഒരു ഇതിലല്ല. യു ആർ ബീയിങ് വെരി വെരി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻ യുവർ ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ്. ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങളെപ്പോലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഇനീഷ്യേറ്റീവ്സ് എടുക്കാം. പ്രായമായിട്ടുള്ള ആളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട്, വിഷാദത്തിലിരിക്കുന്നവരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. അവരെ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ സോഷ്യൽ ഡയമെൻഷനാണ്. ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു സ്റ്റഡി പറയുന്നത് എല്ലാ ആഴ്ചയും ചുമ്മാ ഫോൺ എടുത്തിട്ട് ചേട്ടാ സുഖമാണോ, BP-യുടെ മരുന്ന് കഴിച്ചോ എന്നുള്ള ഒരു സ്റ്റഡി അങ്ങനെ വിളിക്കാത്തൊരു ഗ്രൂപ്പുമായിട്ട് റാൻഡമൈസ്ഡ് ആയിട്ട് നോക്കിയപ്പം ഈ വിളിച്ചിട്ടുള്ള ആളുകളുടെ മാനസികാരോഗ്യം അവർക്ക് ആശുപത്രിയിലും മാനസിക പ്രശ്നങ്ങൾക്കുമുള്ള കൺസൾട്ടേഷൻസും കുറവാണെന്നാണ് കണ്ടത്. സോ ജസ്റ്റ് എ കോൾ, ഒരു വിളിയാണ്, ഒരു കണക്ടിവിറ്റിയാണ്. ഇതൊക്കെ സമൂഹം അല്ലാതെ നിങ്ങളെപ്പോലുള്ള ഒരു സൊസൈറ്റി അല്ലാതെ ആരാണിത് ചെയ്യുക? അതാണ് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, സാമൂഹിക പിന്തുണ സംവിധാനം എന്ന് പറയുന്നതാണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു ഓൾ.